ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഇപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ജനലിൽ കൂടെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് സംസാരിക്കുന്നത് ഒരു ജോലിക്കാരൻ വന്നിട്ടുണ്ട്. അയാൾ ജോലി ചെയ്യുന്നതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ തെങ്ങിന് തടമൊക്കെ തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ദിവസമായി വളമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് നമ്മൾ ഈ മിഥുനം കർക്കിടക മാസത്തിലാണല്ലോ തെങ്ങിന് തടം തുറക്കുന്നതും അതേപോലെ വളമൊക്കെ ഇടുന്നത്. വളവും ഉപ്പും കുമ്മായവും ഒക്കെ ഇടുന്നത് ഈ സമയത്താണ്. കുറച്ച് ദിവസം കൊണ്ട് ഇതൊക്കെ വാങ്ങി വച്ചിട്ടുണ്ട്. ഓരോ ദിവസവും മഴയായിരിക്കും. ജോലിക്കാരൻ വരുന്നതിൻ്റെ അന്നും മഴയായിരിക്കും, ജോലിക്കാരൻ വരാത്തതിൻ്റെ അന്നും മഴയില്ലായിരിക്കും. അങ്ങനെ ഇതിങ്ങനെ നീണ്ടു പോയി. എന്തായാലും ഇന്ന് ഒരാൾ എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ജോലിക്കാരെ കിട്ടാനാണല്ലോ ഏറ്റവും പാട്. അങ്ങനെ രാവിലെ അയാൾ വന്നിട്ടുണ്ട്. അങ്ങനെ അയാളോട് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്, എങ്ങനെ വളമിടുന്ന കാര്യമൊക്കെ. പിന്നെ ഗോതമ്പ് പുട്ടാണ് അയാൾക്ക്. പഴങ്കഞ്ഞി കുടിക്കുന്നതാണ് അയാൾക്ക് ഇഷ്ടമെന്നാണ് അയാൾ പറയുന്നത്. എന്തായാലും ഞാൻ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കും കഴിക്കണമല്ലോ. നമ്മുടെ ഈ റേഷൻ കടയിലെ ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കുന്ന ഗോതമ്പ് പുട്ടാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കുന്ന ഗോതമ്പ് പുട്ടിന് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ആ പുട്ട്. പിന്നീട് തൂപ്പ് തുടപ്പ് ഇതൊക്കെ നമ്മുടെ സ്ഥിരം കലാപരിപാടികളൊക്കെയാണ്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ചോറ് കറികളൊക്കെ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്, മീനൊക്കെ കറി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും അന്ന് കപ്പ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, കപ്പയോ തോരൻ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചേമ്പിൻ്റെ ഇല. അങ്ങനെ ഞാൻ ഈ ജോലിക്കാരൻ ജോലി ചെയ്യുന്നത് നോക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. പോയപ്പം അവിടെ ഇതുപോലത്തെ ചേമ്പിൻ്റെ ഇല ഇഷ്ടം പോലെ നിൽക്കുന്നു കേട്ടോ. ഇത് നല്ല തോരൻ വെക്കാൻ നല്ല ചേമ്പിൻ്റെ ഇലയാണ്. എല്ലാവർക്കും അറിയാമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെയൊക്കെ എല്ലാ വീടുകളിലും, മിക്കവാറും വീടുകളിൽ ഈ ചേമ്പിൻ്റെ ഇല തോരൻ വെക്കും. നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ തെങ്ങിന് തടം തുറക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് ഇത് നിന്നത്. വേറെ സൈസ് വയലറ്റ് കളറിലെ ചേമ്പുണ്ട്, അതും ഇതുപോലെ കൂട്ടാനൊക്കെ വെക്കാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കത് അറിയാൻ വയ്യ, അത് ഞങ്ങൾ തോരൻ വെച്ചിട്ടില്ല. പക്ഷേ ഈ വെള്ള ചേമ്പിൻ്റെ ഇല, അതിൽ കിഴങ്ങൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഈ ചേമ്പിൻ്റെ ഇലയിൽ കിഴങ്ങില്ല. നമുക്കിതുപോലെ തോരൻ വെക്കാനൊക്കെ കൊള്ളാവൂ. അത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ വാങ്ങിച്ചൊന്ന് വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചൊറിയോ അങ്ങനെയൊന്നുമില്ല. നല്ല കാന്താരി മുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് തേങ്ങയും കൂടെ ചതച്ചിട്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റുള്ള ഒരു ഇലയാണ് ഈ ചേമ്പിൻ്റെ ഇല. പിന്നെ മത്തയില, അതേപോലെ ഈ ചേമ്പിൻ്റെ ഇലയൊക്കെ തോരൻ വെക്കാൻ നല്ലതാണ്. അങ്ങനെ ഞാൻ കുറച്ച് ചേമ്പിൻ്റെ ഇല പറിച്ചുകൊണ്ട് വന്ന് തോരൻ അരിഞ്ഞ് തരാമെന്ന് അമ്മമ്മ പറഞ്ഞു. അങ്ങനെ അമ്മമ്മ ഇരുന്ന് അരിയുകയാണ്. പക്ഷേ ഇത് എത്ര തോരൻ വെച്ചാൽ ഒരുപാട് അരിഞ്ഞ് വെച്ചാലേ കാണത്തുള്ളൂ, അത് വറ്റുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി. അതിനുശേഷം പിന്നെ കുറച്ച് തുണിയൊക്കെ ഉണങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഉണങ്ങി ഇതുപോലെ മടക്കി വെക്കാനുള്ളതിനെയൊക്കെ എടുത്ത് മടക്കി അലമാരിയിലൊക്കെ വെക്കാമെന്ന് കരുതി. ഇത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. ഉച്ചയ്ക്ക് എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തതിന് ശേഷമുള്ള പരിപാടികളാണ്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോകൾ ഇങ്ങനെ എടുത്തു വെച്ചതാണ്. അങ്ങനെ തുണി മടക്കൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ജോലിക്കാർ നിൽക്കുമ്പം അങ്ങനെ ഒന്ന് കിടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ അവരുടെ കൂടെ ഓരോ ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാളുടെ കൂടെ നടക്കുകയാണ്. പിന്നെ ഇതുപോലെ ഫാഷൻ ഫ്രൂട്ട് ഇഷ്ടം പോലെ പിടിച്ചിരിപ്പുണ്ട് ഇപ്രാവശ്യം. പക്ഷേ ഇതിപ്പം വിളഞ്ഞ് വരുന്നേ ഉള്ളൂ. നല്ല റെഡ് കളറാവും. ഈ കളറ് മാറി മഞ്ഞ ഫാഷൻ ഫ്രൂട്ടല്ല ഇത്, നല്ല ചുമന്ന കളറിലെ ഒരു സൈസ് ഫാഷൻ ഫ്രൂട്ടാണ്. അത് നല്ല റെഡ് കളറാകുമ്പം പറിച്ചിട്ട് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. ജ്യൂസ് അടിക്കാതെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇത് ഞവരയിലെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ നാട്ടിലൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഞവര നല്ല മണമാണിത്. ഒരുപാട് അങ്ങ് പടന്ന് കിടക്കുന്നു. നമ്മൾ അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചിയെ വിളിച്ചിട്ടുണ്ട്, ചെടിച്ചട്ടിയും അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അതാണ്ട് ഈ ചേച്ചിയാണ് അതൊക്കെ വൃത്തിയാക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ജോലികളും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ.